സാറ് ഈ കൊല്ലത്തെക്കുറിച്ച് നമ്മൾ പൊതുവേ പറയുമ്പോൾ അതിൻ്റെ ആ നഗര കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ പുനലൂർ എന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാടുമായിട്ടൊക്കെ വലിയ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം. അവിടെ സുപാല് ഒരു ഉറച്ച ഒരു CPI പ്രതിനിധിയായിട്ടുണ്ടാകും. അടുത്ത തവണ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഒരു മന്ത്രിസ്ഥാനം സുപാലിന് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കരുതേണ്ടത്. അതിൽ എന്തെങ്കിലും ഒരു കോട്ടം വരാൻ സാധ്യതയുണ്ട്? അവിടെ ഏതെങ്കിലും ഒരു സാധ്യത UDF കിട്ടുമോ? ഈ ഒരു മലയോര മേഖലയാണ്, അതിഭയങ്കരമായ ചൂടുള്ള ഇടമാണ്. പാലക്കാട് രാഷ്ട്രീയ ചൂടുമുണ്ട്. പാലക്കാടിനെ പോലെ തന്നെ പാലക്കാടായിരുന്നു മുമ്പ്, ഇപ്പൊ പുനലൂരും തിളച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുവഴി അങ്ങ് തമിഴ്നാട്ടിലേക്ക് കടക്കാം. ആര്യങ്കാവ്, അച്ചൻകോവിൽ, കൂടുതലും ഈ തമിഴ് വംശജരും ഒക്കെ ഉള്ള ഒരിടം കൂടിയാണ് പുനലൂര്. പിന്നെ പുനലൂർ പറയുമ്പോൾ അത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ രണ്ട് മുന്നണികളിലെയും ഘടകകക്ഷികൾക്കൊരു അല്പം സ്വാധീനമുള്ള ഇടമാണ്. UDFിലെ RSPക്ക് സ്വാധീനമൊന്നുമല്ല, അവരുടെ എല്ലാമായിട്ടുള്ള ഇടമെന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. ചവറയും കൊല്ലവും ഒക്കെയാണ്. അതുപോലെ CPIക്കും അല്പം ഒരിടമുള്ളത് കൊല്ലം ജില്ലയിൽ ഈ പുനലൂരും അതുപോലെ ചടയമംഗലവും ഒക്കെയാണ്. ചടയമംഗലത്തും മന്ത്രിയുണ്ടേ, ചിഞ്ചുറാണി. ഈ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ CPI ഇപ്പൊ കഴിഞ്ഞ തവണ 2021 സുപാല് ജയിച്ചത് 37,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. വലിയ ഭൂരിപക്ഷമാണത്. അവിടെ വമ്പന്മാരൊക്കെ വിജയിച്ച ഇടവുമാണ്. അപൂർവമായിട്ട് മാത്രമേ കോൺഗ്രസ് CPIയെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. ഒരിക്കലേ പറ്റിയിട്ടുള്ളത് 91 എന്തോ ആണ്. അന്ന് പുനലൂർ മധുവാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അല്ലാതെ ഒരു പരാജയമൊന്നും അധികം CPI ഏറ്റുവാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉള്ള സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും CPIയെയും കൂടെ ബാധിക്കും. അപ്പോൾ CPIയിലെ മന്ത്രിമാരെ പോലും നമ്മളൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പലരും ഈ മന്ത്രിസഭയിൽ ഉണ്ട്. GRL പ്രസാദ്, ചെഞ്ചുറാണി, K രാജൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കെല്ലാം മേലെയാണ് നമ്മുടെ മന്ത്രി റിയാസ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് മന്ത്രിമാരെ ഒന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ CPIക്ക് വലിയ പരാജയം ഇക്കുറി സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. LDFന് വലിയ പതനമാണെന്നുണ്ടെങ്കിൽ CPIയും ഇല്ലാതാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ പണ്ട് MM മണി പറഞ്ഞതുപോലെ, നിങ്ങൾക്കൊരു പഞ്ചായത്തില് വാർഡിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് കാണിക്കാമോ എന്ന് MM മണി ചോദിച്ചിട്ടില്ലയോ? അത് ഇപ്പോഴും MM മണി പറയുന്നുണ്ടാകും. അത് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. CPIയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രശ്നമുണ്ടെങ്കിലും CPMന്റെ കൂടെ തന്നെ നിൽക്കുകയല്ലേ. അവരുടെ ചവിട്ടും പൂർണ്ണമായിട്ടും അതിന് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മുന്നണിയിലും മന്ത്രിസഭയിലും പോലും ആലോചിക്കാതെ ഒപ്പ് രേഖപ്പെടുത്തി. അക്കാര്യത്തിൽ ബിനോയ് വിശ്വമൊക്കെ ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ അതൊക്കെ പിന്നീട് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ CPI ഇതാണല്ലോ ചെയ്യുന്ന പരിപാടി. അതെയാണ്. പക്ഷെ ഇവിടെ ഈ CPI ആണ് ഇപ്പോഴും LDFിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നത്. പക്ഷെ UDFിൽ നിന്ന് അവിടെ ഒരു പുതിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. UDF ഇപ്പം ലീഗിന് കൊടുത്തിരിക്കുന്ന ഒരിടമാണ്. പുനലൂരിൽ ലീഗ് മത്സരിക്കുമോ? നമ്മൾ അന്തം വിട്ടുപോകും. മലബാറിൽ നിന്ന് മാറി ഈ ലീഗ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ വരെ ഉള്ളൂ. അതിനിപ്പുറം ഇങ്ങോട്ട് ഇല്ലെന്നൊക്കെയാണ്. കളമശ്ശേരി, കൊച്ചി, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തിന് തിരുവനന്തപുരം സെൻട്രൽ വരെ അവർ ചോദിച്ചുകൊണ്ടിരുന്നല്ലോ ആദ്യം. പിന്നെ CPI ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നത് കൊണ്ട് ലീഗ് അങ്ങ് മാറി നിൽക്കുന്നതേ ഉള്ളൂ. ഇരവിപുരം അവർ ചോദിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ അവിടെ നൗഷാദാണ് MLA. അവിടെ അല്പം മുസ്ലിം പ്രദേശം കൂടിയാണ്. ഇതെന്തിനു വേണ്ടിയാണ് ലീഗ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് മലപ്പുറവും കോഴിക്കോടും ഒന്നും അല്ല, മലബാർ മേഖല വിട്ട് ഞങ്ങൾ തെക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പുനലൂർ രണ്ടത്താണിയാണ് കഴിഞ്ഞ തവണ നിന്നത്. ആ രണ്ടത്താണിയാണ് സുപാല് പരാജയപ്പെടുത്തിയ 37,000-ലധികം വോട്ടുകൾക്ക്. ഇത്തവണയും ലീഗിന് തന്നെയാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ലീഗിന്റെ ഇവിടെ സീറ്റില് മത്സരിക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും ഒരു മുസ്ലിം
സമുദായത്തിൽ നിന്നുള്ള ഒരാളായിരിക്കുന്നത്. ഇത്തവണ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് ലീഗ് ഇറക്കാൻ പോകുന്നത്. അതാണ് ആ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ചിഹ്നം വേറെ ഒന്നും മാറുന്നില്ല. മുസ്ലിം ലീഗിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കോണി അല്ലെങ്കിൽ ഏണി അല്ലേ? ഏണി ആകുമോ അറിയത്തില്ല. അപ്പൊ കോണി ചിഹ്നത്തിൽ തന്നെയാണ് ഈ ക്രൈസ്തവ സ്ഥാനാർത്ഥിയും മത്സരിക്കാൻ പോകുന്നത്. അവിടെ ക്രൈസ്തവർക്ക് വോട്ടുണ്ട്, 20,000-ഓളം വോട്ടുണ്ട്, മുസ്ലിം വിഭാഗത്തിനും ഉണ്ട്. ഇത് അപ്പോൾ ഈ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് മുഴുവൻ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാവരും ഈ ചിഹ്നം നോക്കുന്നതിനേക്കാൾ ചിലപ്പോൾ പേര് നോക്കിക്കളയും അല്ലേ? അങ്ങനെയും ഉണ്ടല്ലോ. അല്ല, സ്ഥാനാർത്ഥി ആരാണ്? സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് പറയാറായിട്ടില്ല. പക്ഷെ അവിടെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അവരൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നോക്കുന്നു എന്നറിയുന്നുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ഘടകകക്ഷികൾക്കൊക്കെ സീറ്റ് വിഭജിക്കുമല്ലോ. അതെ, സീറ്റ് വിഭജിക്കുമ്പോൾ ഇത്ര സീറ്റ് എന്നും പറഞ്ഞ് ഇപ്പൊ 15 സീറ്റ് കൊടുത്ത 15 ജയിക്കുന്ന മണ്ഡലമാകണമെന്നില്ല. അതിലൊരു 12 എണ്ണം ജയിക്കുന്നത് 3 എണ്ണം അങ്ങ് ശരി തോക്കുമെന്നുള്ള ഉറപ്പാണ്. ഇത് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും. അവർ 12-13 ഇടത്ത് മത്സരിക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ജയിക്കുന്നത് 5-6, ബാക്കി 2-3 എണ്ണം വെറുതെ അങ്ങ് കൊടുത്ത് തോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും അത്തരത്തില് ലീഗിന് ഇങ്ങോട്ടേക്ക് എന്നാ കൊടുത്തു. അതെ, സീറ്റ് വിഭജനം നടത്തിയപ്പോൾ ലീഗിനെ ഞങ്ങൾ അതൃപ്തരാക്കിയില്ല, അവർക്ക് കൊടുത്തു. പക്ഷെ അവിടെ നിൽക്കുന്നത് ഇത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കളിയാണ്. കാരണം അവിടെ 20,000-ലധികം വോട്ട് ക്രൈസ്തവരുടെ വോട്ടുണ്ട്. ഈ അഞ്ചൽ ആയൂർ ഭാഗത്തു നിന്നുള്ള ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് മത്സര രംഗത്തേക്ക് കടന്നു വരിക എന്നും അറിവായിട്ടുണ്ട്. അപ്പോൾ ഈ അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് മുഴുവൻ ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ള അദ്ദേഹത്തിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഈ തമിഴ് വംശജർ ധാരാളമുണ്ട്. അവരേത് തരത്തിൽ തിരിയും എന്നുള്ളതാണ് അറിയേണ്ടത്. NDA ഒന്നും അവിടെ അത്ര മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം പിന്നെ ഇതിനകത്ത് UDFന് അനുകൂലമായി മാറുന്ന സാഹചര്യം നമ്മൾ കാണുന്നത് പ്രേമചന്ദ്രന്റെ മണ്ഡലത്തിലുള്ള ഒരിടമാണിത്. NK പ്രേമചന്ദ്രന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന, കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പുനലൂര്. പ്രേമചന്ദ്രന്റെ ഒരു മൈലേജ് കൊല്ലത്തിനുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അത് നമുക്കറിയാം. ദേശീയ തലത്തിൽ പോലും NK പ്രേമചന്ദ്രൻ അറിയപ്പെടുന്ന ഒരു MP ആണ്. പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ പോലും LDFൽ നിന്ന് സ്ഥാനാർത്ഥികൾ ആരും രംഗത്ത് പോലും വന്നിട്ടില്ലാത്തതാണ്. അപ്പൊ പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഇവിടെ ഈ ലീഗിന് കൊടുത്തിരിക്കുന്ന ഇടത്തു നിന്നും കിട്ടും എന്നുള്ളതും ഉറപ്പാണ്. അപ്പൊ ഈ ചടയമംഗലവും പുനലൂരുമാണ് CPIക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ അവർക്ക് ഈ ചടയമംഗലത്ത് എന്തായാലും CPIക്ക് ഒരു ക്ഷീണം ഉണ്ടാവും. ചിഞ്ചുറാണിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം നിൽക്കുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഇത് ഓരോന്നും അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇത് പുനലൂരിലേക്കും വ്യാപിക്കാൻ ഇടയാകുമെന്നുള്ളതാണ്. MV രാഘവനും പണ്ട് മത്സരിച്ചിട്ടുള്ള ഇടമാണ് കേട്ടോ പുനലൂര്. പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ 2 തവണ ലീഗ് തന്നെയാണ് മത്സരിച്ചത്. ഇത്തവണ അത് മാറി ഒരു ക്രൈസ്തവൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് മുഴുവൻ അങ്ങോട്ടേക്ക് മാറുമോ? അത് ഒരുപക്ഷെ ചിഹ്നം ഇതായതുകൊണ്ട് തീർച്ചയായിട്ടും മാറാൻ സാധ്യതയുണ്ട്. അത് UDFന് അനുകൂലമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിപ്ലവമായിരിക്കും പുനലൂർ സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ലീഗ് പുനലൂരിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രാധാന്യമാണ്. തെക്കൻ കേരളത്തിലേക്ക് കൂടി ലീഗ് കടന്നു കയറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമായിരിക്കും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.